മലങ്കര ഓർത്തഡോക്സ് സഭ കുറിച്ചി വലിയ പള്ളി വികാരി ഫാദർ റിറ്റു പാച്ചിറയിൽ നടുറോഡിൽ പോലീസ് ഊതിച്ച് അപമാനിച്ചിരിക്കുകയാണ്. പള്ളിയിലേക്ക് പോവുകയായിരുന്ന അച്ഛനെ കാർ തടഞ്ഞു നിർത്തി ബ്രീത്ത് അനലൈസർ ഊതിച്ച് പരിശോധിക്കുകയായിരുന്നു. മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാനാണ് വനിതാ SIയുടെ നേതൃത്വത്തിൽ പോലീസ് പരിശോധന നടത്തിയത്. വൈദികനാണെന്നും പള്ളിയിലേക്ക് പോകുകയാണെന്നും അറിയിച്ചപ്പോൾ ആരായാലും ഊതിയിട്ട് പോയാൽ മതി എന്നായിരുന്നു പോലീസിന്റെ നിലപാട്. നടുറോഡിൽ നാട്ടുകാർ നോക്കി നിൽക്കെയാണ് പോലീസിന്റെ അപമാനത്തിന് ഇരയായത്. ചിങ്ങവനം SIയുടെ നേതൃത്വത്തിൽ ചിങ്ങവനം സായിപ്പ് കവലയിലായിരുന്നു സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. വൈദിക വേഷത്തിൽ പള്ളിയിലേക്ക് പോകുകയായിരുന്നു അച്ഛൻ. ബൈക്കിലെത്തിയ ഇദ്ദേഹത്തെ പോലീസ് തടഞ്ഞു നിർത്തി ബ്രീത്ത് അനലൈസർ കാട്ടി ഊതാൻ ആവശ്യപ്പെട്ടു. താൻ മദ്യപിക്കുന്ന ആളല്ലെന്നും പൊതുജന മധ്യത്തിൽ തന്നെ ഇത്തരത്തിൽ ഊതിക്കുന്നത് ശരിയാണോ എന്നും അച്ഛൻ ചോദിച്ചു. ഇതോടെ പോലീസുകാർ ക്ഷുഭിതരായി. പറയുന്നത് ചെയ്താൽ മതിയെന്നായി പോലീസ്. ഊതിയ ശേഷവും വൈദികനെ അപമാനിക്കുന്ന തരത്തിൽ പോലീസ് സംസാരിച്ചെന്നും റിറ്റു അച്ഛൻ പറയുന്നു. കുപ്പായമിട്ടാൽ മര്യാദക്കിരിക്കണം, കൊണ്ടുപോയി കേസ് കൊടുക്ക്, തന്നെ ഒന്നും ചെയ്യാനില്ല, തന്റെ പേര് എഴുതിയെടുത്തോളൂ എന്നൊക്കെ പോലീസുകാരൻ അച്ഛനോട് കയർത്തു പറഞ്ഞു. ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസുകാരൻ കൂട്ടാക്കിയില്ല. സംഭവത്തിന് ശേഷം അച്ഛൻ കോട്ടയം ഭദ്രാസന ഓഫീസിൽ വിവരം അറിയിച്ചു. ഭദ്രാസനത്തിൽ നിന്ന് മുഖ്യമന്ത്രിക്കും മന്ത്രി VN വാസവനും പരാതിയും നൽകിയിട്ടുണ്ട്. പരിശോധിച്ചതിൽ തെറ്റില്ലെന്നും എന്നാൽ മോശമായ രീതിയിൽ സംസാരിക്കുകയും നടുറോഡിൽ മറ്റ് ആളുകൾ നോക്കി നിൽക്കെ അപമാനിച്ചത് ശരിയല്ലെന്നും കോട്ടയം ഭദ്രാസന സെക്രട്ടറി ഫാദർ KM സക്രിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ കുപ്പായമിട്ട് വന്നിട്ട് ഇത്തരത്തിൽ അപമാനിച്ചെങ്കിൽ കുപ്പായം ഇടാതെ വന്നെങ്കിൽ ഇതിൽ കൂടുതൽ അപമാനിതനായേനെ. ഒരു വൈദികൻ നടുറോഡിൽ മറ്റുള്ളവർ കാണെ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ ബ്രീത്ത് അനലൈസർ വെച്ച് ഊതിപ്പിച്ച് അപമാനിച്ചത് വൈദികരോടുള്ള അവഹേളനം തന്നെയാണ്. മദ്യപാനികളെ കണ്ടെത്താൻ പരിശോധന നടത്തണം. അത് ആളും തരവും ഒക്കെ നോക്കി വേണം നടത്താൻ. വൈദികനാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ മനസ്സിലായിട്ടും ഇത്തരത്തിൽ അപമാനിച്ചത് മനഃപൂർവ്വം തന്നെയാണ്. ഇത് വൈദിക സമൂഹത്തെ മൊത്തത്തിൽ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇത്തരം അനീതി കാട്ടിയ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക തന്നെ വേണം.